അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. എന്തെല്ലാവരും വിശേഷം? റാഹത്തല്ലേ? സുഖം തന്നെയല്ലേ? എന്താണെങ്കിലും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള, വളരെയധികം ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഇസ്മാണ് കേട്ടോ. നമുക്കറിയാം, ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് മുമ്പ് ഉണ്ടായിട്ടുണ്ട്, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മിലെ ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില പ്രയാസങ്ങളാണ്. ഒന്ന് സിഹർ എന്നുള്ളത്, മാരണം. നമ്മളെ അടുത്തറിയുന്ന നമ്മുടെ ബ്ലഡ്, നമ്മുടെ ചോര പോലും നമുക്കെതിരെ സിഹർ ചെയ്യുന്ന കാലം, നമ്മളെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി നമ്മുടെ കുടുംബക്കാർ പോലും മെനയുന്ന കാലം. അള്ളാഹു കാക്കട്ടെ. അള്ളാഹുവിൻ്റെ രക്ഷ, അള്ളാഹുവിൻ്റെ സലാമത്ത് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അതുപോലെ തന്നെ അസൂയ വെച്ചിട്ട് നമ്മളെ ഇല്ലാണ്ടാക്കാൻ നോക്കുക. അള്ളാഹു കാക്കട്ടെ. നല്ല രീതിക്ക് നമ്മൾ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അത് ഒഴിയാൻ വേണ്ടി, അത് തകരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു സുഖത്തെ, നമ്മൾ നല്ല രീതിക്ക് ജീവിക്കുന്നവരാണെങ്കിൽ ആ നല്ല രീതിക്ക് പോകുന്ന ആ ഒരു ജീവിതത്തെ ഇല്ലാണ്ടാക്കാൻ, തകർക്കാൻ വേണ്ടിയിട്ട് കണ്ണേറ് വെക്കുക, അസൂയ വെക്കുക, സിഹർ ചെയ്യാം. അള്ളാഹു കാക്കട്ടെ. അള്ളാഹു രക്ഷകനാണ്. നമുക്ക് പടച്ച റബ്ബ് അവൻ്റെ പ്രത്യേക പ്രൊട്ടക്ഷൻ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ ഹസീദീങ്ങളുടെ ഹസദിൽ നിന്നും, ആയിനീങ്ങളുടെ ഐനിൽ നിന്നും, മാക്കിരീങ്ങളുടെ മക്കറിൽ നിന്നും, അതുപോലെ അദുവ്വീങ്ങളുടെ അദാവത്തിൽ നിന്നും, അതുപോലെ തന്നെ മറ്റു എല്ലാ തരത്തിലുള്ള കുതന്ത്രങ്ങളിൽ നിന്നും പടച്ച റബ്ബ് നമ്മളെ കാക്കട്ടെ. ആമീൻ. എന്താണെങ്കിലും മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ് ഈ പ്രശ്നങ്ങളൊക്കെ. ഇതിൽ നിന്നൊരു മോചനം, അതാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നതില്ലേ. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിലൂടെ പറയുന്ന ഇസ്മ മനസ്സറിഞ്ഞിട്ട് എല്ലാ ദിവസവും നമ്മൾ പതിവാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാലേ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൈവിടൂല. അള്ളാഹുവിൻ്റെ പ്രത്യേക പ്രൊട്ടക്ഷൻ നമ്മളിൽ ഉണ്ടാകും. നമുക്കെതിരെ സിഹർ ചെയ്യുന്ന, കണ്ണീർ വെക്കുന്ന, അസൂയ വെക്കുന്ന ആളുകളെ പടച്ച റബ്ബ് തകർക്കും. അവർക്ക് അതിനുള്ള ശിക്ഷ, അതിനുള്ള പ്രതിവിധി, അല്ലെങ്കിൽ അതിനുള്ള മറുപടി പടച്ച റബ്ബ് കൊടുക്കുമെന്നുള്ളതാണ്. നമ്മൾ അവരൊന്നും ചെയ്യാൻ പോണ്ട, അവരെ ശപിക്കാനോ അല്ലെങ്കിൽ അവർക്കെതിരെ ദുആ ചെയ്യാനോ ഒന്നും നമ്മൾ പോണ്ട. നമ്മൾ ഈ ഇസ്മ മനസ്സറിഞ്ഞ് ചൊല്ലുക എന്നുള്ളത് മാത്രം. ഇങ്ങനെ ചെയ്താൽ, ഇങ്ങനെ ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് പടച്ച റബ്ബ് അവർക്ക് വേണ്ടതുപോലെ കൊടുത്തോളും. യാതൊരു ഡൗട്ടും അതിലില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്താണെങ്കിലും ഇസ്മ ഏതാന്ന് പറഞ്ഞുതരാം. യാ മുഈദു, യാ മുഈദു, യാ മുഈദു. മനസ്സറിഞ്ഞ് ചൊല്ലുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു കൈവിടൂല. അള്ളാഹു നമ്മളെ രക്ഷിക്കും ഇൻഷാ അല്ലാഹ്. കഴിയുന്ന അത്ര എല്ലാ ദിവസവും പതിവാക്കുക. ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.